ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവയിടയാക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഈ പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ വീണ്ടും കൂടി വരുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. എല്ലാവർക്കും പുതിയ വർഷത്തിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. പുതിയ വർഷം ഏവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലായിരിക്കാൻ, തിരുമുഖത്തേക്ക് നോക്കുവാൻ നൽകി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഒരു വർഷം ഞങ്ങളെ വിട്ട് കടന്നുപോയി. പുതിയ വർഷത്തില് അതിന്റെ ആദ്യത്തെ മാസത്തിന്റെ 3-ാമത്തെ ദിനം തന്നെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ഞങ്ങളെ കൂട്ടിവരുത്തിയ വലിയ ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങള് കർത്താവ് തിരുവചനത്തിന് ചുറ്റുമായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് ഇടപെടുന്ന നിമിഷങ്ങളാക്കി തീർക്കണമേ. അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് വാദിച്ചു കൊണ്ടിരിക്കുകയും വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുകയും അത് കേൾക്കുവാനും ഗ്രഹിക്കുവാനും കൈക്കൊള്ളുവാനും അനുസരിപ്പാനും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അവിടുത്തെ വചനം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം, ജീവൻ ഉളവാക്കുന്ന ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരീന്ദ്രങ്ങളെ കീറി മുറിക്കുവാനായിട്ട് കർത്താവെ ഇടയാക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നത്. ഞങ്ങൾക്കും ആർക്കൊക്കെ കേൾക്കുന്നവർക്കൊക്കെ അല്ലെ ഇത് അനുഗ്രഹകരമാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അടിയനെയും ശക്തീകരിക്കണം. അവിടുന്ന് തന്നെ മഹത്വം എടുക്കണം. കുറവുകളെ ക്ഷമിക്കണം. ക്രൂശിന്റെ മറവിൽ നിർത്തണം. കൃപയിൽ പൊതിയണം എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മള് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങള് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന്റെ സഭയില് ശുശ്രൂഷകരായി വിളിക്കപ്പെടുന്നവർക്ക്, ശുശ്രൂഷകരായി നിയമിക്കപ്പെടുന്നവർക്ക് എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നവരെ കുറിച്ച്, അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നവരെ കുറിച്ച് ആണ്, അവരുടെ യോഗ്യതകളെ കുറിച്ചാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുമ്പോൾ ഓവർസിയേഴ്സ്, എപ്പിസ്കോപ്പോസ്, എപ്പി മീൻസ് ഓവർ, സ്കോപ്പോസ് മീൻസ് സീ, ഓവർസീയിങ്, ഓവർസിയേഴ്സ്. അത് ഇന്നത്തെ ഭാഷയിൽ ബിഷപ്പ് എന്നുള്ള പേര് അതിനോട് തുല്യമായി ഉപയോഗിക്കുന്നതാണ്. ഒരു സിറ്റിയിൽ പല ഓവർസിയേഴ്സ് കാണും. അവിടെയൊക്കെയുള്ള ലോക്കൽ ചർച്ചസിനെ മേൽനോട്ടം വഹിപ്പാൻ, അവരെ നടത്താൻ ഒരു സിറ്റിയിൽ, ഒരു പട്ടണത്തില് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് പല ഓവർസിയേഴ്സ് ഉണ്ടായിരിക്കും. ആ ഓവർസിയേഴ്സ് എന്ന് പറയുമ്പോൾ ദൈവം തന്റെ സഭയുടെ മേൽ ആക്കി വെച്ചിരിക്കുന്നവരാണ്. നമുക്ക് ഒരു രാജ്യത്തിന് ഒരു ഭരണാധികാരിയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് ഒരു റൂളറുണ്ട്. ആ സ്റ്റേറ്റിന്റെ റൂളർ, ഒരു ദേശത്തിന്റെ ഭരണാധികാരി, ആ ദേശത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചായിരിക്കും ആ ദേശത്തെ ഭരിക്കേണ്ടത്. അതുപോലെ തന്നെ സഭയിൽ മേൽവിചാരകന്മാരാക്കി വെച്ചിരിക്കുന്നവർ, ഓവർസിയേഴ്സായി നിയമിക്കപ്പെടുന്നവർ, ആ ദേശത്തിന്റെ നിയമമല്ല, ദൈവത്തിന്റെ വചനത്തനുസരിച്ച് വേണം സഭകൾക്ക് നേതൃത്വം നൽകുവാൻ, മേൽനോട്ടം വഹിക്കുവാൻ. So rulers rule according to the law of the land, whereas people who are appointed by God as overseers must rule, must conduct the churches according to the word of God. ദൈവത്തിന്റെ വചനപ്രകാരം അതിനെ നയിക്കുന്നവരായിരിക്കണം. അപ്പോൾ സഭയുടെ ആത്മീക നേതൃത്വം എന്ന് പറയുന്നത് അതിന്റെ പദവിയും മഹത്വവും ഒന്നുമല്ല, അതിന് കിട്ടുന്ന ടൈറ്റിൽ അല്ല, മോസ്റ്റ് റവറന്റ് എന്നോ റൈറ്റ് റവറന്റ് എന്നോ ഒക്കെയുള്ള പദവികളല്ല. എന്നാൽ ദൈവം നൽകുന്ന ഒരു ശുശ്രൂഷയാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം വായിച്ചാൽ കർത്താവ് തന്നെ ക്രിസ്തീയ ശുശ്രൂഷയെ കുറിച്ച്, കർത്താവിന്റെ വേലക്കാരെ കുറിച്ച് അവിടെ പറയുമ്പോൾ മർക്കോസ് 9:35 നാം വായിച്ചാൽ, അവൻ ഇരുന്നു 12 വരെയും വിളിച്ചു. ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ
അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണമെന്ന് പറഞ്ഞു. ജീസസ് said, if anyone desires to be the first, ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ, he shall be the last, അവൻ ഏറ്റവും ഒടുക്കത്തവനാകണം. മാത്രവുമല്ല, he must be the last of all and the servant of all, എല്ലാവരുടെയും ദാസനുമായിരിക്കണം. അപ്പൊ ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിരുന്ന് ആ പദവിയൊക്കെ അലങ്കരിച്ച് അതിന്റെ പ്രതാപത്തിൽ ഇരിക്കുന്ന ഒരു ശുശ്രൂഷയെ കുറിച്ചല്ല പറയുന്നത്. അവൻ എല്ലാവർക്കും ദാസനായിരിക്കണം. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ലീഡർഷിപ്പിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് സെർവന്റ് ലീഡർഷിപ്പ്, ദാസ്യത്തിന്റെ ശുശ്രൂഷ. കർത്താവായ യേശു ക്രിസ്തു സ്വർഗോന്നതികളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് താണു വന്ന് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദാസരൂപമെടുത്ത് തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു. അതുകൊണ്ട് ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ, അല്ലെങ്കിൽ ദൈവം ഒരു ചുമതല, ഒരു പദവി ഏൽപ്പിച്ചാൽ, ഒരു സ്ഥാനത്താക്കിയാൽ അതെല്ലാവരെയും ശുശ്രൂഷിക്കുവാനുള്ള ഒരു ചുമതലയാണെന്ന് മനസ്സിലാക്കി, ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കി ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം സഭയിലെ ശുശ്രൂഷകരെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യൻ മിനിസ്ട്രി ആൻഡ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ഈസ് സെർവന്റ് ലീഡർഷിപ്പ്. He must be the last of all and he must be the servant of all. ഏറ്റവും ഒടുക്കത്തവനും എല്ലാവരുടെയും ദാസനുമായിരിക്കണം എന്നാണ് അവരെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, അവിടെ ഓവർസിയേഴ്സ് അല്ലെ എപ്പിസ്കോപ്പോസ് എന്ന പദമാണ് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടതെങ്കിൽ, ഇവിടെ ഡീക്കൻസ്, മലയാളത്തിൽ ദിയോക്കോൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഇന്ന് ശമാശന്മാർ എന്നൊക്കെ പറയുന്ന ആ പദവിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടും ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം, ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. പിന്നെ പറയുന്നു, അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം, അവരെ ആദ്യം പരീക്ഷിക്കണം, അനന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അപ്പോ ക്രിസ്തീയ ശുശ്രൂഷയിലേക്ക് ഒരാൾ വരുന്നത് ഇറ്റ്സ് നോട്ട് ത്രൂ ആൻ എലക്ഷൻ, ഒരു വോട്ട് പിടിച്ച് ഒരു പദവിയിലേക്ക് വരുന്ന ഒന്നല്ല ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയും. ഇന്ന് എല്ലായിടത്തും ജനാധിപത്യം വന്ന് ഡെമോക്രസി വന്ന് ആൾക്കൂട്ടാധിപത്യമായിട്ട് മാറി, അല്ലെ മോബോക്രസി ആയിട്ട് മാറി. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഒരു മോബിന്റെ, ഒരാൾക്കൂട്ടത്തിന്റെ ആധിപത്യമായിട്ട് മാറി. ജനാധിപത്യം എന്നൊക്കെ പറയുമ്പോൾ അതൊരു കൂടുതലും മോബോക്രസി പോലെ എല്ലാരും പറയുന്നത് എന്നുള്ള അർത്ഥത്തിലായി. പക്ഷേ ക്രിസ്തീയ ശുശ്രൂഷയിലേക്കോ ക്രിസ്തീയ നേതൃത്വത്തിലേക്കോ ആളുകൾ വരുമ്പോൾ ഇറ്റ്സ് നോട്ട് ത്രൂ എലക്ഷൻ ബട്ട് ത്രൂ സെലക്ഷൻ. എലക്ഷൻ അല്ല, സെലക്ഷനാണ്. നമ്മൾ ആദിമസഭയിൽ കാണുന്ന പാറ്റേൺ അതാണ്. യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് ഒരാൾ വരാൻ വേണ്ടി അവരെ 2 പേരെ തെരഞ്ഞെടുത്തു. 2 പേരെയും ദൈവസന്നിധി കൊണ്ട് നിർത്തി. ആ വിഷയം സഭയോട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ചീട്ടിട്ടു. അങ്ങനെ മത്യാസിന് ചീട്ട് വീണു എന്നാണ് നാം കാണുന്നത്. അതായിരുന്നു ആദിമസഭയുടെ പാറ്റേൺ. എന്നാൽ മത്യാസിനെ പോലും ദൈവം തെരഞ്ഞെടുത്തോ എന്ന് പിന്നീട് സംശയം വരത്തക്ക വിധത്തിൽ 12ാമനായി ഒരു പക്ഷേ അപ്പോസ്തലനായ പൗലോസിനെ ആയിരിക്കും ദൈവം തെരഞ്ഞെടുത്തതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പൊ യൂദ ഒഴിഞ്ഞു പോയ സ്ഥാനത്തേക്ക് ഒരാൾ വരാൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ 2 പേര് അതിന് നിയമവും വെച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് അവനോടുകൂടെ സഞ്ചരിച്ചവരും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷികളുമായി തീർന്നവരിൽ ഒരുവൻ തന്നെ ആ സ്ഥാനത്തേക്ക് വരണം എന്നാണ് അവര് അവിടെ അന്ന് ചിന്തിച്ചത്. അപ്പൊ അവിടെ അപ്പോസ്തലന്മാരുടെ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാനായിട്ട് കഴിയും, ക്രിസ്തീയ സഭയിലും ദൈവസഭയിലും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പുറമേ ഉള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനുമായിരിക്കണം. ഹി മസ്റ്റ് ഹാവ് എ ഗുഡ് ടെസ്റ്റിമണി ഈവൻ ഔട്ട്സൈഡ് ദ ചർച്ച്. സഭയ്ക്ക് പുറത്തു പോലും ഒരു നല്ല സാക്ഷ്യമുള്ളവര് ആയിരിക്കണം ശുശ്രൂഷകന്മാർ
എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. He must also have a good reputation with outsiders so that he will not fall into disgrace and into the devil's trap. പുറമേ ഉള്ളവരോട് പോലും നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. തുടർന്ന് നമ്മൾ ഇന്നത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഡീക്കൻസിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെയും പറയുന്നത് ഔവണ്ണം in the same pattern as what has been said in the first 7 verses about presbyters or episcopos. ഈ മേലധ്യക്ഷന്മാരെ, ബിഷപ്സിനെ കുറിച്ച് അല്ലെ ഓവർസിയേഴ്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അതേ യോഗ്യതകൾ. ഓഫീസിന് 2 പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ യോഗ്യതയ്ക്ക് ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. അപ്പൊ ആരായിരുന്നാലും ഇന്നത്തെ നമ്മുടെ ടെർമിനോളജിയില് ബിഷപ്സ് എന്ന് പറയുമ്പോൾ മേലധ്യക്ഷന്മാരെന്നും ബാക്കിയുള്ളവര് പ്രസ്ബിറ്റേഴ്സ് എന്ന് പറയുമ്പം അധ്യക്ഷന്മാരെന്നും ഒക്കെയുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ആ ഓഫീസിന് വലിയ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല, വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. അവരുടെ ശുശ്രൂഷയ്ക്കും അവരുടെ യോഗ്യതകൾക്കും വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇവിടെ പറയുന്നു ഔവണ്ണം തന്നെ, ഇൻ ദ സെയിം പാറ്റേൺ ഓർ ഇൻ ദ സെയിം വേ എന്നാണ് പറയുന്നത്. ഡീക്കൻസ് ലൈക്ക്വൈസ് ആർ ടു ബി മെൻ വർത്തി ഓഫ് റെസ്പെക്ട്. ഘനശാലികളായിരിക്കണം. അപ്പോ ഡീക്കൻസിന്റെയും യോഗ്യതകള് ഓവർസിയേഴ്സിനെ പോലെ തന്നെയാണ്. അതിന്റെ അർത്ഥം ദൈവം ഒരു സ്ഥാനത്തേക്ക് ആക്കി വെക്കുന്നത് വിളി അനുസരിച്ചാണ്. ഞാൻ ഒരിക്കല് വിദേശത്തുള്ള ഒരു സഭയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗില് സംഗതി വശാൽ സംബന്ധിക്കാനായിട്ട് ഇടയായപ്പോ ഒരു വലിയ ചർച്ചാണ്, ഏതാണ്ട് 2000 പേരൊക്കെ മെമ്പേഴ്സ് ഉള്ള ഒരു ലോക്കൽ ചർച്ച്. നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു ഡിനോമിനേഷൻ ആയിട്ടല്ല, ഒരു സിംഗിൾ ചർച്ച്. 2000 പേരോളം ഉള്ള ഒരു വലിയ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗ് ഇങ്ങനെ കാണാനായിട്ട് ഒരവസരം കിട്ടും, അതിൻ്റെ അകത്ത് കയറി. അപ്പോ ചിലരൊക്കെ അവിടുത്തെ പ്രധാന പാസ്റ്ററിനെ വിമർശനോടൊരു ചോദ്യം ചോദിച്ചു. ബിക്കോസ് പാസ്റ്റേഴ്സ് ആർ പെയ്ഡ് ബൈ ദ ചർച്ച്, they must be categorized as employees of the church. പാസ്റ്റേഴ്സിന് സഭയാണ് ശമ്പളം കൊടുക്കുന്നത്, അതുകൊണ്ട് അവര് സഭയുടെ തൊഴിലാളികളാണെന്ന് അവരെ ചിന്തിക്കരുതോ എന്നൊരു ചോദ്യം വന്നു. അപ്പൊ അവിടുത്തെ മെയിൻ പാസ്റ്റർ അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഐ എം ഹിയർ നോട്ട് ബിക്കോസ് ഐ എം പെയ്ഡ് ബൈ ദ ചർച്ച് ബട്ട് ഐ എം കോൾഡ് ബൈ ഗോഡ്. ഞാൻ ഇവിടെ ആയിരിക്കുന്നത് സഭ എനിക്ക് ശമ്പളം തരുന്നതുകൊണ്ടല്ല, ദൈവം എന്നെ വിളിച്ച് ഈ സ്ഥാനത്താക്കിയത് കൊണ്ടാണ്. സോ ക്രിസ്ത്യൻ മിനിസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് ബൈ കോളിംഗ്. അതൊരു കോളിംഗ് ആണ്, അല്ലാതെ വെറും അപ്പോയിന്റ്മെന്റ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, എലക്ഷൻ അല്ല, സെലക്ഷൻ ആണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കും. വി ആർ ഹിയർ ബിക്കോസ് നമ്മള് ദൈവസഭയുടെ ശുശ്രൂഷകരായിരിക്കുന്നവർ അങ്ങനെ ആയിരിക്കുന്നത് ദൈവവിളി അനുസരിച്ചായിരിക്കും. ദൈവവിളിയില്ലാത്തവര് ആ ശുശ്രൂഷ സ്ഥാനത്തേക്ക് വന്നാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളൊക്കെ നമ്മൾ പല സ്ഥാനത്തും കണ്ടുകൊണ്ടിരിക്കും. ദൈവം ആക്കുന്നവരായിരിക്കണം ദൈവസഭയുടെ ശുശ്രൂഷകർ എന്ന് പറയുന്നത്. അവർക്കുള്ള യോഗ്യതകളെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് വീണ്ടും ചിന്തിക്കാം. മെൻ വർത്തി ഓഫ് റെസ്പെക്ട്. നമുക്ക് റെസ്പെക്റ്റിനെ കുറിച്ച് പറയുമ്പം നമ്മള് ബഹുമാനത്തിന് യോഗ്യരായിരിക്കണം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് വി മസ്റ്റ് ഗിവ് റെസ്പെക്ട് ടു ഗെയിൻ റെസ്പെക്ട് അല്ലേ? നമ്മൾ മാനം കൊടുത്താൽ മാനം കിട്ടുമെന്ന് മലയാളത്തിൽ പറയുമല്ലോ. വി മസ്റ്റ് ഗിവ് റെസ്പെക്ട് ടു ഗെയിൻ റെസ്പെക്ട്. മറ്റുള്ളവരെ മാനിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷകര് ദൈവത്തിന് കൊടുക്കേണ്ട മാനം ദൈവത്തിന് കൊടുക്കുന്നവരും മനുഷ്യന് കൊടുക്കേണ്ട മാനം മനുഷ്യന് കൊടുക്കുന്നവരുമായിരിക്കണം. അവർ ഘനശാലികളായിരിക്കണം. ഘനശാലികൾ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നമുക്കറിയാം, വെറുതെ എന്തും വിളിച്ചു പറയുന്നവരോ എന്ത് തമാശയും പറയുന്നവരോ എന്തിലും ഇടപെടുന്നവരോ ആയിരിക്കരുത്. അവരെ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ചൊരു ബോധ്യമുള്ളവരും ആയിരുന്നാൽ അവർ ഏത് സ്ഥാനത്ത് നിൽക്കണം, എന്തൊക്കെ പറയണം, എങ്ങനെ ഇടപെടണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുന്നവരായിരിക്കണം. അപ്പൊ ഘനശാലികളായിരിക്കണം.
രണ്ടാമത് പറയുന്നു ഇരുവാക്കുകാരാകരുത്. ഒന്ന് പറഞ്ഞാൽ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും. ഇപ്പൊ ഒന്ന് പറഞ്ഞു വെച്ച് നാളെ മറ്റൊന്ന് പറയുന്നവർ ആകരുത്. ഡബിൾ ടങ്ഡ് എന്ന് വേറൊരു പരിഭാഷയിലുണ്ട്. NIV പറയുന്നു സിൻസിയർ ആയിരിക്കണം, വിശ്വസ്തരായിരിക്കണം, ഇരുവാക്കുകാരായിരിക്കരുത്. പിന്നെ പറയുന്നു മദ്യപന്മാരായിരിക്കരുത്, ദുർലാഭമോഹികളും അരുത്. നോട്ട് പെർസ്യൂയിങ് ഡിസോണസ്റ്റ് ഗെയിൻ, പണം കിട്ടുന്നതിന് വേണ്ടി ശുശ്രൂഷയെ മറിച്ചു കളയുന്നവർ, അതിനുവേണ്ടി പണം എങ്ങനെയും സമ്പാദിക്കാൻ വേണ്ടി ശുശ്രൂഷയുടെ മഹത്വം കളഞ്ഞു കുളിക്കുന്നവർ ആയിരിക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് ഡീക്കൻസിനെ കുറിച്ചും അവിടെ ഉദ്ബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അധ്യക്ഷനെ കുറിച്ച് പറയുമ്പോൾ ദ്രവ്യാഗ്രഹമില്ലാത്തവൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു നോട്ട് പെർസ്യൂയിങ് ഡിസോണസ്റ്റ് ഗെയിൻ, അല്ലെങ്കിൽ ദുർലാഭമോഹികൾ അരുത് എന്ന് പറയുന്നു. പിന്നെ മറ്റൊരു യോഗ്യത ഇവിടെ പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു യോഗ്യത നാം മനസ്സിലാക്കേണ്ടത് 9-ാമത്തെ വാക്യമാണ്. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. വിശ്വാസത്തിന്റെ മർമ്മം, they must keep hold of the deep truths of the faith with a clear conscience. അവരെ keep hold of the deep truths of faith, വിശ്വാസത്തിന്റെ ആഴമേറിയ സത്യങ്ങള് ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. ഇന്ന് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം അതാണ്. ഹോൾഡിംഗ് ഓൺ ടു ദ സൗണ്ട് ഡോക്ട്രിൻസ് വിത്ത് സിൻസിയർ കൺവിക്ഷൻ. യഥാർത്ഥ ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കുന്നവരും ആത്മാർത്ഥമായ അങ്ങനെ ഒരു ബോധ്യമുള്ളവരും ആയിരിക്കണം. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ശുശ്രൂഷകർക്ക് ഒരു വിഷയം വരുമ്പോൾ തീരുമാനം എടുക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഇത് സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്, ദൈവവചനപ്രകാരം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയാത്തത്. ദൈവവചനപ്രകാരം ഇതാണ് ശരിയെങ്കിൽ ഞാൻ അതിന്റെ കൂടെ നിൽക്കും. ഒരു സഭയിലെ മുഴുവൻ ആളുകളും പറഞ്ഞോട്ടെ, അല്ലെ ഭൂരിപക്ഷം പറഞ്ഞോട്ടെ, പ്രധാനപ്പെട്ടവർ പറഞ്ഞോട്ടെ, ഉന്നതന്മാർ പറഞ്ഞോട്ടെ, പക്ഷെ അതല്ല ശരി, ഇതാണ് ദൈവവചനപ്രകാരം ശരി എന്ന് ഒരു ശുശ്രൂഷകന് ബോധ്യമുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുന്നവരായിരിക്കും. മാത്രമല്ല അത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നവരുമായിരിക്കും. ഒരു പ്രശ്നം വന്നാൽ ഇതിൻ്റെ അകത്ത് നീതി എന്ന് പറയുന്ന ഇതാണ്, ദൈവം മുമ്പാകെ സത്യമായതും നീതിയായതും ഇതാണ്, അതുകൊണ്ട് ഇതായിരിക്കണം ഈ സഭയുടെ സ്റ്റാൻഡ്, അല്ലെ ഈ കൂടിവരവിന്റെ നിലപാട് ഇതായിരിക്കണം എന്ന് ഉറച്ച ബോധ്യത്തോടുകൂടെ പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തി ആയിരിക്കണം ആ ശുശ്രൂഷകൻ എന്ന് പറയുന്നത്. ഹോൾഡിംഗ് ഓൺ ടു ദ ഡീപ് ട്രൂത്ത്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് വിത്ത് സിൻസിയർ കൺവിക്ഷൻ, ആത്മാർത്ഥമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, അതിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. വിശ്വാസം എന്താണെന്ന് വ്യക്തമായി അറിയണം. പ്രത്യേകിച്ച് അടിസ്ഥാന വിശ്വാസങ്ങളിൽ ദൈവവചന സത്യങ്ങളിൽ ഉറച്ച നിലപാടുകൾ ഉള്ളവരായിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏക വഴി. അത് ഉറച്ചു പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തി ആയിരിക്കണം ശുശ്രൂഷകൻ എന്ന് പറയുന്നു. വിശ്വാസത്താൽ ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഉറച്ചു പറയുവാൻ കഴിയുന്ന, അത് ഉറച്ച നിലപാടെടുക്കുവാൻ കഴിയുന്ന വ്യക്തി ആയിരിക്കണം. അല്ലെ അതും ശരിയാ ഇതും ശരിയാ, അങ്ങനെയും പറ്റും ഇങ്ങനെയും പറ്റും എന്നൊരു നിലപാടെടുക്കുന്ന വ്യക്തി ആയിരിക്കരുത്. അതാണ് വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അതാണ് ഒരു ശുശ്രൂഷകന്റെ പ്രധാനപ്പെട്ട യോഗ്യത. അതാണ് എന്താണ്, വാട്ട് ഈസ് ദ മിസ്റ്ററി ഓഫ് ട്രൂത്ത്, എന്താണ് വിശ്വാസത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. താഴോട്ട് വരുമ്പോൾ ഇതേ അധ്യായത്തിൽ തന്നെ നമുക്കത് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും ദൈവത്തിന്റെ സഭയെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇപ്പൊ ഉറപ്പില്ലാത്തവര് ഒരു പ്രധാന സ്ഥാനത്ത് എത്തിയാലുള്ള കുഴപ്പം എന്താ, അവരിങ്ങനെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്നവര് ആയിരിക്കും. എഫേസ്യ ലേഖനത്തില് അങ്ങനെ ഒരു വാക്യം തന്നെയുണ്ട്. എഫേസ്യ ലേഖനം എടുത്തു നോക്കിയാൽ
വിശ്വാസത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കരുത് എന്ന് അവിടെ 4-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഉപദേശത്തിന്റെ ഓരോ കാറ്റ് വരുമ്പോൾ ആരേലും വന്നേച്ചു പറയും അതാണ് ശരി, അപ്പൊ ആ ഉപദേശത്തിന്റെ കൂടെ പോകും. അപ്പോ ഓരോ കാറ്റിനാൽ നല്ല മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. ഈ റോഡ് സൈഡിൽ കിടക്കുന്ന കരിയില പോലെ കിഴക്കോട്ടൊരു വണ്ടി പോകുമ്പോ ആ കരിയില ആ ബസിന്റെ കൂടെ കുറെ ദൂരം അങ്ങോട്ട് പറക്കും. പിന്നെ പടിഞ്ഞാട്ടൊരു വണ്ടി വരുമ്പോ അതേ കരിയില തന്നെ പടിഞ്ഞാട്ടും പറക്കും എന്ന് പറയുന്ന പോലെ ഉപദേശം എന്താണ് ക്രിസ്തീയ വിശ്വാസം, അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാത്ത ഒരു വ്യക്തിയാണ് നേതൃസ്ഥാനത്തിരിക്കുന്നെങ്കിൽ ഒരാൾ വന്ന് പറയുമ്പോ ആ ഉപദേശത്തിന്റെ കൂടെ കുറെ അങ്ങോട്ട് പോകും, വേറൊരാൾ വന്ന് പറയുമ്പോൾ വേറൊരു ഉപദേശത്തിന്റെ കൂടി ഇങ്ങോട്ടും. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വിശ്വാസത്തിന്റെ മർമ്മം ഹൃദയത്തിൽ കൺവിക്ഷനോടുകൂടെ ബോധ്യത്തോടെ സൂക്ഷിച്ചു കൊള്ളാത്ത ഒരു വ്യക്തിക്ക് ഒരു സഭയെ നയിക്കുവാനായിട്ട് കഴിയുക. അവര് തന്നെ ഇങ്ങനെ വെയ്വറിങ് ആയിട്ടുള്ള ചിന്താഗതിയുള്ളവരായിരിക്കും. അപ്പൊ ഉറച്ച നിലപാടുകൾ, വിശ്വാസത്തിന്റെ മർമ്മം ഡീപ് ട്രൂത്ത്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ വിത്ത് സിൻസിയർ കൺവിക്ഷൻ, ആത്മാർത്ഥമായ ബോധ്യത്തോടുകൂടെ ഉറച്ച് വിശ്വസിക്കുന്നവരും നിലപാടെടുക്കുന്നവരും ആയിരിക്കണം സഭാ ശുശ്രൂഷകരെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയും. ഇപ്പൊ തന്നെ ചിലത്തൊക്കെ പറയുന്നത് കർത്താവായ യേശുക്രിസ്തു എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്, എല്ലാവരെയും രക്ഷിപ്പാനാണ് ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പം തന്നെ എല്ലാവരും രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് ഇനി ആരോടും രക്ഷിക്കപ്പെട്ട അതൊന്നും ചോദിക്കുക വേണ്ട എന്ന് പറയുന്ന ഉപദേശം പോലും അതൊരു തിയോളജിക്കൽ സ്ട്രീമായിട്ട് തന്നെ യൂണിവേഴ്സൽ സാൽവേഷൻ അല്ലേ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന അല്ലേ, ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ആരും നശിക്കരുത്, അതുകൊണ്ട് ഇനി ആരോടും ചോദിക്കണ്ട, രക്ഷിക്കപ്പെട്ടാന്നൊന്ന് ചോദിക്കുക വേണ്ട, എല്ലാവരും അങ്ങ് രക്ഷിക്കപ്പെട്ടതാ എന്തോ വിശ്വസിച്ചാലും എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ സഭയിൽ സഭാ ശുശ്രൂഷയിൽ തന്നെ നേതൃസ്ഥാനത്ത് പോലും ഉള്ളവരുണ്ട്. യൂണിവേഴ്സൽ സാൽവേഷൻ. അപ്പൊ അങ്ങനെയുള്ളവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരാണോ? അവര് തന്നെ അത് പഠിച്ചത് ഏതെങ്കിലും ബൈബിൾ കോളേജുകളിൽ നിന്നായിരിക്കും, അവരെ പഠിപ്പിച്ചവർ അത് വിശ്വസിക്കുന്നവരായിരിക്കും. അവരതുപോലെ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങി കാണും, വിഴുങ്ങിയിട്ട് അവരത് പിന്നെ കൊണ്ടുവന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കും. അങ്ങനെ ഒത്തിരി ദുരുപദേശങ്ങൾ ഇക്കാലത്ത് സഭകളിൽ കടന്നുകൊണ്ടിരിക്കുക. ആ ദുരുപദേശങ്ങളുടെ മധ്യേ സഭാ ശുശ്രൂഷകർ ഉറച്ച നിലപാടുകൾ ഉള്ളവരായിരിക്കണം. അതാണ് ഇവിടെ പറയുന്ന പ്രധാന യോഗ്യത. വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ they must keep hold of the deep truths of the faith with a clear conscience. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്നവരെ ആയിരിക്കരുത്. ശുദ്ധ മനസാക്ഷിയിൽ യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കി സഭയെ നയിക്കുന്നവരും സഭയെ പഠിപ്പിക്കുന്നവരും ആയിരിക്കണം. ആ വിശ്വാസത്തിൽ അവർക്ക് ഉറച്ച ബോധ്യങ്ങൾ ഉള്ളവർ ആയിരിക്കണം. അല്ലാത്തവരാണെങ്കിൽ അവര് സഭയെ തന്നെ വഴിതെറ്റിക്കുന്നവരായി തീരും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്തോ ചെയ്യണമെന്നാണ് പറയുന്നത്? 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലാണ് അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. 10-ാം അധ്യായത്തിൽ പറയുന്നു അവരെ ആദ്യം പരീക്ഷിക്കണം, അനിന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അപ്പൊ they must first be tested. They must first be tested. And then if there is nothing against them, let them serve as deacons. അപ്പൊ ആദ്യം പരീക്ഷിക്കണം. ഒരു വ്യക്തി ശുശ്രൂഷാ സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് എന്തോ വേണം? ആ വ്യക്തിയുടെ വിശ്വാസ നിലപാടുകൾ എന്താണെന്ന്, അവരെന്താണ് വിശ്വസിക്കുന്നത്, അതാദ്യം പരീക്ഷിക്കണം. They must first be proved. And if they found faithful and good enough to be appointed as deacons, let them be appointed. അങ്ങനെയുള്ളവരെ
കൊള്ളാവുന്നവരെന്ന് കണ്ടാൽ, അതായത് ഒരു വ്യക്തി ഒരു സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് ഹി മസ്റ്റ് ബി പ്രൂവ്ഡ്. അവന്റെ വിശ്വാസം എന്താണ്, അവന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ട്, അതുകൊണ്ടാണ് പുറത്തുള്ളവരോട് പോലും നല്ല സാക്ഷ്യം കൈക്കൊണ്ടവരായിരിക്കണം ശുശ്രൂഷ സ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷെ ഇന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ രീതിയൊന്നും അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുന്നവര്, കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നവര്, അല്ലെങ്കിൽ സ്വാധീനത്തിനുള്ള മാർഗങ്ങളെ ഉപയോഗിക്കാൻ കഴിയുന്നവരൊക്കെ പലപ്പോഴും ശുശ്രൂഷ, എല്ലാരെ കുറിച്ചും പറയുകയല്ല, അങ്ങനെ വരുന്നതാണ് സഭയുടെ ജീർണതയ്ക്ക് കാരണമായി തീരും. ദൈവവചനപ്രകാരം അല്ല സഭയിൽ എപ്പോഴും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ചിലരൊക്കെ പിന്നെ നല്ല മനസാക്ഷിയുള്ളവരും നല്ല വ്യക്തികളും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുമുണ്ട്. പക്ഷേ ഇത് സഭയ്ക്ക് ജീർണതയ്ക്ക് കാരണമായി തീരും. ദേ മസ്റ്റ് ഹാവ് പ്രൂവൻ ക്യാരക്ടർ. അവർക്ക് തെളിയിക്കപ്പെട്ട സ്വഭാവം വേണം. ഒരു വ്യക്തി ശുശ്രൂഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് അവരുടെ സ്വഭാവ ശ്രേഷ്ഠതയും നടപ്പും വചനപരിജ്ഞാനവും അവരെന്താണ് വിശ്വസിക്കുന്നതെന്നും പരിശോധിച്ചിട്ടായിരിക്കണം, അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ ഉദ്ബോധിപ്പിക്കുന്നു. എന്നിട്ട് അവരുടെ ഇവിടെ പിന്നീട് 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തമാരുമായിരിക്കണം. സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ 2 അഭിപ്രായമുണ്ട്. ഒന്ന്, ഡീക്കൻസ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകളെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്നും ഒരഭിപ്രായമുണ്ട്. മറ്റൊരഭിപ്രായം ഈ ശുശ്രൂഷകരായിട്ട് അല്ലെ ഡീക്കൻസ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഭാര്യമാരെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്നും 2 അഭിപ്രായങ്ങളുണ്ട്. എങ്ങനെയാണെങ്കിലും സ്ത്രീകളെ കുറിച്ച് പറയുന്നത് അവരും ഘനശാലികളായി ഏഷണി പറയാതെ എന്ന് പറഞ്ഞാൽ അവര് they must not spread gossips. In the same way their wives are to be women worthy of respect. ഇവിടെ ഇംഗ്ലീഷ് വേദപുസ്തകത്തിലെ വൈഫ്സ് ഓഫ് ഡീക്കൻസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചിലത്ത് പറയുന്നു ഡീക്കനസസ് ആയിരിക്കും എന്ന്. ആർ ടു ബി വിമൻ worthy of respect, not malicious talkers, but temperate and trustworthy in everything. അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നവരായിരിക്കരുത്, നിർമ്മതരായിരിക്കണം. പിന്നെ അവിടെ പറയുന്നത് അവര് ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തമാരും ആയിരിക്കണം. അപ്പൊ സ്ത്രീകളാണെങ്കിലും ഈ ശുശ്രൂഷ രംഗത്തേക്ക് വന്നാൽ അവരെ കുറിച്ചും വ്യക്തമായ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന്, അവർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ദൈവവചനം അനുശാസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനിയും തുടർന്നുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ 12-ാമത്തെ വാക്യം, ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരും ആയിരിക്കണം. അത് ഓവർസിയേഴ്സിന്റെ കാര്യത്തിലും അധ്യക്ഷന്മാരുടെ കാര്യത്തിലും അത് തന്നെ. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാൻ അറിയാത്തവൻ എങ്ങനെ ദൈവത്തിന്റെ സഭയെ ഭരിക്കും എന്ന് ആദ്യ ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട്. ഇനിയും പ്രോമിസസ് ഫോർ മിനിസ്റ്റേഴ്സ്, ശുശ്രൂഷകന്മാർക്ക് ഇവിടെ ദൈവവചനം കൊടുക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. അതാണ് 13-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. A faithful deacon has a good standing before God and men. ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നല്ല നില എന്നാ പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുന്ന ഗുഡ് സ്റ്റാൻഡിങ്. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർക്ക് തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. സോ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവർ, they will be used by God to build the church. ദൈവത്തിന്റെ സഭയെ പണിയുവാൻ ദൈവം ഉപയോഗിക്കുന്നവരാണ് ഈ ശുശ്രൂഷ. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നത് നാം എല്ലാവരും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ മുതിർന്ന് വളർന്നു വരേണ്ടതിനാണ്. അപ്പൊ ദൈവത്തിന്റെ സഭയെ കെട്ടുപണി ചെയ്യുവാൻ, ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ദൈവം നിയോഗിക്കുന്നവരാണ് ശുശ്രൂഷകർ എന്ന് പറയും. അവർ നന്നായിട്ട് നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ അവർക്ക് ഒന്നാമത് they must have a good standing before God. ദൈവത്തിന്റെ സന്നിധിയിൽ അവർക്കൊരു നല്ല വിലയുണ്ട്, നല്ലൊരു മാന്യതയുണ്ട്. കർത്താവിന്റെ വേലക്കാരൻ
കർത്താവിന്റെ ശുശ്രൂഷക്കാരൻ. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ ഒരു സഭ എന്നെ നിയമിച്ചത് കൊണ്ടോ, ഒരു ബിഷപ്പോ അല്ലെങ്കിൽ ഒരു പാസ്റ്ററോ ഒരു ഓവർസിയറോ എന്നെ നിയമിച്ചത് കൊണ്ടോ ചെയ്യുന്ന ശുശ്രൂഷയല്ല. ആത്യന്തികമായി എന്റെ ശുശ്രൂഷയിൽ എന്നെ നിയമിച്ചിരിക്കുന്നത് ദൈവമാണ്. അപ്പോസ്തലനായ പൗലോസ് 2 തിമോത്തി പറയുന്നുണ്ട്, ഓരോ പടയാളിയും പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. പട ചേർത്തവൻ ആരാ? എന്നെ who has recruited me to the army of Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പട്ടാളത്തിലേക്ക് ഒരു പടയാളിയായി എന്നെ ചേർത്തത് ദൈവം തന്നെയാണ്. ഇപ്പൊ പട ചേർത്തവൻ ദൈവമാണ്. ദൈവത്തിന്റെ അംഗീകാരം ഒന്നാമത് അങ്ങനെയുള്ളവർക്ക് ലഭിക്കും. ആളുകളെ വിശ്വാസത്തിൽ വളർത്തുന്നതായിരിക്കണം ശുശ്രൂഷ, തളർത്തുന്നതല്ല. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവർ ചിലരെയൊക്കെ ചിലർ പള്ളി കയർത്തയിൽ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പറയും, അച്ഛന്മാരും തിരുമേനിമാരും ഒന്നും കൊള്ളത്തില്ലെന്ന്. ഓ, ഇവരൊക്കെ പറയുന്ന കേൾക്കാനാന്ന് ഞാൻ വരുന്നത്. അവരൊക്കെ ഇങ്ങനെയാന്ന്. അവര് വരാത്തതിന്റെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് നാം അത് പറയുന്നെങ്കിലും നമ്മുടെയൊക്കെ ശുശ്രൂഷകള് അല്ലേ, ഞങ്ങളെ പോലുള്ളവരുടെ ശുശ്രൂഷ ഒരു വ്യക്തിയെ സഭയിൽ നിന്നും ദൈവത്തിൽ നിന്നും ഒക്കെ അകറ്റുന്നതാണോ അടുപ്പിക്കുന്നതാണോ എന്ന് ശുശ്രൂഷകന്മാരെ തങ്ങളെ തന്നെ വിലയിരുത്തേണ്ടത്. ഞാൻ ദുർലാഭമോഹിയും പണക്കൊതിയനും ദ്രവ്യാഗ്രഹിയും ആഡംബരപ്രിയനും ഒക്കെ ആണെങ്കിൽ എന്റെ ശുശ്രൂഷ കണ്ട് അധികം പേരാരും ഞാൻ നിൽക്കുന്നിടത്തോ ഞാൻ നയിക്കുന്ന കൂട്ടായ്മയിലേക്കോ വരികയില്ല. അപ്പോ ഒരു ശുശ്രൂഷകൻ ഒരു ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് മറ്റുള്ളവരെ ഒരു ശുശ്രൂഷകനെ കാണുന്നത്. റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്. ഞാനൊരു വ്യക്തിയെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുവാനാണോ, അടുപ്പിക്കാനാണോ, ഒരു വ്യക്തിയെ തളർത്തുവാനാണോ, വളർത്തുവാനാണോ എന്റെ ശുശ്രൂഷ എന്നുള്ളത് ദൈവം നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ദൈവത്തിന്റെ മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും ഒരു നല്ല ശുശ്രൂഷ, അങ്ങനെയുള്ള അനുഗ്രഹീതമായ ആത്മനിറവുള്ള ദൈവത്തിന് പ്രസാദകരമായ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഉണ്ടാകും. മാത്രമല്ല, ഗോഡ് വിൽ ഗീവ് ദം എ സ്പിരിച്വൽ അതോറിറ്റി. ദൈവം അവർക്കൊരു ആത്മീയ അധികാരം കൂടെ കൊടുക്കും. എന്ന് പറഞ്ഞാൽ അത് എഴുതപ്പെട്ടു കൊടുക്കുന്നൊന്നുമല്ല. ഒരു വ്യക്തിക്ക് ഒരു ആത്മീയ അധികാരം എന്ന് പറഞ്ഞാൽ അവര് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ നമുക്കത് തിരിച്ചറിയാൻ കഴിയും. ദൈവത്തിന്റെ വചനം അവര് ശുശ്രൂഷിക്കുമ്പം ദൈവം ഹൃദയങ്ങളെ തുറക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തുറക്കും. അനേകര് കർത്താവിനെ അറിയുവാനും ക്രിസ്തീയ ജീവിതം നയിപ്പാനും ഇടയാകും. ഒരു ശുശ്രൂഷനെ കുറിച്ച് പറയുമ്പോൾ ആ ശുശ്രൂഷൻ ദൈവത്തിന്റെ സഭയാ. നമ്മൾ അത് തുടർന്ന് അത് വായിക്കുന്നു. ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് എന്ന വായിക്കും. അതിന്റെ താഴത്തെ വാക്യം അതാ. ദൈവത്തിന്റെ ഭവനമാണ്. ദൈവത്തിന്റെ ഭവനത്തിൽ ശുശ്രൂഷകനായി ഡീക്കനെ, പ്രത്യേകിച്ച് ഡീക്കന്മാരെ എന്തിനാ തെരഞ്ഞെടുത്തു? അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ നാം കാണുന്ന ഡീക്കന്മാരെ എന്തിനാ തെരഞ്ഞെടുത്തു? മേശമേൽ ശുശ്രൂഷ ചെയ്യുന്നതിന്. ദേ വർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് ഫുഡ് അല്ലേ? ഭക്ഷണം വിളമ്പാൻ വേണ്ടിയാണ് ആദ്യം അവരെ തെരഞ്ഞെടുത്തത്. ആദിമസഭയിൽ ഒരു പ്രശ്നം ഉണ്ടായി. എബ്രായ ഭാഷ സംസാരിക്കുന്നവരും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരും തമ്മിൽ പിണക്കം ഉണ്ടായി. തങ്ങളുടെ വിധവമാരെ ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്നൊരു തർക്കം ഉണ്ടായപ്പം അപ്പോസ്തലന്മാരുടെ അടുക്കൽ ആ പ്രശ്നം കൊണ്ടുവന്നപ്പോ അവര് പറഞ്ഞു, ഞങ്ങള് ഇനിയും ഈ വചന ശുശ്രൂഷയും പ്രാർത്ഥനയും ഒക്കെ ഉപേക്ഷിച്ച് മേശയെ വിളമ്പാൻ വരുന്നത് ശരിയല്ല. ഞങ്ങളോ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. നിങ്ങൾ ആത്മാവും ഞാനോ നിറഞ്ഞ 7 പേരെ തെരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരാ സ്തേഫാനോസും ഫിലിപ്പോസും ഒക്കെ. അപ്പോ ദേ വർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് ഫുഡ്. പക്ഷേ സ്തേഫാനോസ് പിന്നെ എന്തുവായി? ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആയി. ദൈവവചനം പങ്കിടുന്ന വലിയ ശക്തമായ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറി. അപ്പൊ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയത്തിൽ വിളമ്പേണ്ട ഭക്ഷണം എന്താ? ദൈവത്തിന്റെ വചനം, ആഹാരം എന്ന് പറയും. ആഹാരം കൊടുക്കുന്നവരായിരിക്കും. ദൈവജനത്തെ പട്ടിണിക്കിടുന്നവരെ ആയിരിക്കരുത്. അങ്ങനെ ചെയ്താൽ ദൈവവചനം ശക്തിയോടെ ദൈവവചനം കൊടുക്കുന്നെങ്കിൽ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യുന്ന ശുശ്രൂഷകരെ ദൈവവും മാനിക്കും. ഇപ്പോ തുടർന്ന് നമുക്ക് പെട്ടെന്ന് അടുത്ത വാക്യങ്ങളിലേക്കൊക്കെ പോകാം. 3-ാം അധ്യായത്തിന്റെ
14ഉം 15ഉം വാക്യങ്ങളെ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു, താമസിച്ചു പോയാലോ? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പൊ ദൈവത്തിന്റെ സഭയെക്കുറിച്ച്, എങ്ങനെ ദൈവത്തിന്റെ സഭയെ ഭരിക്കണമെന്ന് തീമത്തിയോസിനെ ഉദ്ബോധിപ്പിക്കുവാൻ, തീമത്തിയോസിന് ഡയറക്ഷൻ കൊടുക്കാൻ എഴുതിയൊരു ലേഖനമാണ് ഇതെന്ന് നാം നേരത്തെ ചിന്തിച്ചതാണ്. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരാം. ഇനി ഞാൻ അത് നേരിട്ട് വന്ന് ഇത് നിന്നോട് പറയണമെന്ന് എനിക്കുണ്ട്. എനിക്ക് നേരിട്ട് പറയാൻ ഇപ്പോ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് നിനക്ക് എഴുതി അയക്കുന്നത്. എന്നാൽ നീ ദൈവത്തിന്റെ സഭയിൽ, ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് എങ്ങനെയാ? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്ന സഭ, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഇത് എഴുതും. അപ്പൊ ദൈവത്തിന്റെ ഭവനത്തിലെ വേലക്കാരനാണ് ആര്? ശുശ്രൂഷകൻ എന്ന് പറയും. ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. ഇംഗ്ലീഷിൽ പറയുന്നത് ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് എന്ന്. ആ വാക്യം 14ഉം 15ഉം ഇംഗ്ലീഷിൽ വായിച്ചാൽ, I am writing you these instructions so that if I am delayed, you will know how people ought to conduct themselves in God's household, which is the church. God's household എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനമാണ്. സഭ ദൈവത്തിന്റെ ഭവനമാണ്. ദൈവത്തിന്റെ ഭവനത്തിലെ അംഗങ്ങൾ ആരൊക്കെയാ? ദൈവത്തിന്റെ മക്കളാ. ഒരു വീട്ടില് അല്ലെ മക്കളുണ്ട്. അതുപോലെ ദൈവത്തിന്റെ ഭവനത്തിലെ ആളുകൾ ആരൊക്കെയാ? ദൈവത്തിന്റെ മക്കളാ. അപ്പൊ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോ അവൻ ആരായി തീരുക? ദൈവത്തിന്റെ മകന്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആരായി തീരുക? ദൈവത്തിന്റെ മകനും മകളുമായി തീരുക. ദൈവത്തിന്റെ മകനും മകളും ഉള്ള സ്ഥലം ആരുടെ വീടാ? ദൈവത്തിന്റെ ഭവനമാണ്. അപ്പൊ അതുകൊണ്ടാണ് ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം എന്ന് പറയുന്നത്, ഗോഡ്സ് ഹൗസ് ഹോൾഡ്. അപ്പൊ ഈ കുടുംബാംഗങ്ങൾക്ക് ആഹാരം കൊടുക്കേണ്ട ജോലി ആരുടെയാ? ദൈവം അവിടെ ആക്കി വെച്ചിരിക്കുന്ന ഈ വേലക്കാരുടെ, ഈ ശുശ്രൂഷകരുടെ ജോലി. അപ്പൊ നല്ല ആഹാരം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പിള്ളേർ എവിടെ പോകും? നമ്മുടെ വീട്ടിൽ നല്ല ആഹാരം വെച്ച് കൊടുക്കുന്നില്ലേ, പിള്ളേരെങ്ങോട്ട് പോകും? തട്ടുകടയിൽ പോകും, കിട്ടുന്ന വാങ്ങിച്ച് കഴിക്കും, ജങ്ക് ഫുഡ് കഴിക്കും, അല്ലേ? അവർക്ക് വായിക്ക് രുചിയുള്ളതൊക്കെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം വാങ്ങിച്ച് കഴിക്കും. അവരുടെ കൊളസ്ട്രോളും കൂടും, പ്രഷറും കൂടും, കിഡ്നിയും അടിച്ചു പോവും, അല്ലെ? ഹാർട്ടിനെല്ലാം ബ്ലോക്കും ആകും കുറെ കഴിയുമ്പോഴത്തേക്ക്. ആള് തന്നെ തട്ടിപ്പോവും. കാരണം എന്നാ? വീട്ടിൽ ആരോഗ്യകരമായ ഭക്ഷണം, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ദൈവത്തിന്റെ സഭയിലും ദൈവത്തിന്റെ വേലക്കാരൻ, ശുശ്രൂഷകൻ, യഥാർത്ഥ ദൈവത്തിന്റെ ആഹാരമാകുന്ന ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ മക്കൾക്ക് വിളമ്പി കൊടുക്കുന്നില്ലെങ്കിൽ, അത് പാകം ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിൽ, ദൈവവചനം യഥാർത്ഥമായിട്ട്, കർത്താവ് തന്നെ പറഞ്ഞു ഇല്ലയോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പൊ ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ സഭയിൽ കൊടുക്കാത്തത് കൊണ്ടാണ് അവിടെ ഇവിടെയും കിട്ടുന്ന എല്ലാ ആഹാരത്തിന്റെയും പുറകെ ഓടിപ്പോകുന്നു. അതാ ജങ്ക് ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ തട്ടുകടയിൽ പോയി കഴിക്കും. അപ്പൊ പല ഉപദേശങ്ങളും പലതും കയറി വരും. യഥാർത്ഥത്തിൽ ദൈവസഭയിൽ ദൈവത്തിന്റെ വചനം കൊടുക്കാൻ ദൈവം തന്റെ ശുശ്രൂഷകരെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരെ ആക്കി വെച്ചിരിക്കുന്നു. മാത്രമല്ല, സഭ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പില്ലർ ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ്. സത്യം എന്ന് പറയുന്ന ആരാ? യോഹന്നാന്റെ സുവിശേഷം 14:6 നമുക്കറിയാം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. യേശു ക്രിസ്തു ആ സത്യം. സഭയുടെ അടിസ്ഥാനം ആരാ? 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 9, 10 മുതൽ 15 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാൽ. 1 കൊരിന്ത്യർ 3-ന്റെ 10-ഉം 15, 10 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം
ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിടുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ. അപ്പൊ ദൈവസഭയുടെ അടിസ്ഥാനം ആരാ? യേശുക്രിസ്തു. സത്യം എന്ന് പറയുന്ന യേശുക്രിസ്തു. അപ്പൊ ദൈവത്തിന്റെ സഭയാണ് ഈ ലോകത്തിൽ യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിയപ്പെടുന്ന ദൈവത്തിന്റെ സഭ. ഈ സത്യത്തെ ഈ ലോകത്തിൽ ഉയർത്തിപ്പിടിക്കണം. ഹോൾഡിങ് ഓൺ ടു ദ ട്രൂത്ത്, ഹോൾഡ് ഫോർത്ത് ദ ട്രൂത്ത്. സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കും. ഫിലിപ്പിയ ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് എന്ന് പറയുന്നത് ഹോൾഡ് ഫോർത്ത് ദ ട്രൂത്ത്. സത്യത്തെ, ഈ ലോകത്തിൽ സത്യത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത് ദൈവത്തിന്റെ സഭയാണ്. ദൈവത്തിന്റെ സഭ സത്യത്തിന്റെ കൂടെ ഈ ലോകത്തിൽ നിന്നില്ലെങ്കിൽ ഈ ലോകം അസത്യത്തിലായിത്തീരും. അപ്പൊ ദൈവത്തിന്റെ സഭയാണ് പില്ലർ ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് ദ ട്രൂത്ത് എന്ന് പറയുന്നത്. ഇതൊരു വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തില് സ്തേഫാനോസ് മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നു മരുഭൂമിയിലെ സഭയെന്ന്. ചർച്ച് ഇൻ ദ വിൽഡർനെസ്. ആ വാക്യം എടുത്തിട്ടുണ്ടേ വായിച്ചാൽ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും. ആ വാക്ക് കിട്ടാൻ വേണ്ടിയാ മരുഭൂമിയിലെ സഭ. അപ്പം മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചവര്, മരുഭൂ യാത്ര ചെയ്യുന്നവരെ അവിടെ എന്താ വിളിച്ചിരിക്കുന്നത്? ചർച്ച് ഇൻ ദ വിൽഡർനെസ്, മരുഭൂമിയിലെ സഭ എന്നാ വിളിച്ചു. എന്ന് പറഞ്ഞാൽ അവര് മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടവരാണ്. അത് തന്നെയാണ് പുതിയ നിയമസഭയെ കുറിച്ചും പറയാനുള്ളത്. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരെ മരുഭൂമിയിലെ സഭ എന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. ആ സഭയെ പണിതിരിക്കുന്നത് ദാറ്റ് ഈസ് ബിൽറ്റ് ഓൺ ദ ഫൗണ്ടേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞ ആ പാറമേൽ ആണ്, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭയെ പണിതിരിക്കുന്നത്. അപ്പൊ സഭയെ കള്ളങ്ങളുടെ മേൽ പണിയാൻ പറ്റത്തില്ല, അല്ലേ? ഞാനൊരു ശുശ്രൂഷകനായിട്ട് നിൽക്കുമ്പം കുറെ കള്ളം പുൾപിറ്റേ നിന്ന് അടിച്ചു വിട്ടേച്ച് എനിക്ക് ആളിനെ കൂട്ടാൻ അധികകാലം ഒന്നും നിൽക്കത്തില്ല. കള്ളത്തിന്റെ മേൽ ഒരു സഭയെ പണിയാൻ പറ്റത്തില്ല. സത്യത്തെ ഉയർത്തിപ്പിടിച്ച് ദൈവം വചനത്തേക്ക് ഉയർത്തിപ്പിടിക്കണം. ജീവന്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അതാണ് സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ സത്യത്തിന്റെ സാക്ഷ്യം വഹിക്കേണ്ട സഭ. നമ്മൾ നേരത്തെയും ചിന്തിച്ചു, യേശുക്രിസ്തു തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയാണ്. അപ്പോ ഈ സഭ നിലനിൽക്കുന്നത് ഏത് സത്യത്തിലാ? എന്ത് സത്യമാണ് സഭ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നാണ് താഴെ എഴുതിയിരിക്കുന്നത്. 16-ാമത്തെ വാക്യം പെട്ടെന്ന് നോക്കാം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. ഇതൊരു പ്രത്യേക ഒരു പാരഗ്രാഫ് പോലെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്നാ? ഇത് ആദിമ ക്രിസ്തീയ സഭയിൽ അവര് പാടിക്കൊണ്ടിരുന്ന ഒരു കീർത്തനമാണെന്നാ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ആ 6 സെന്റൻസ് നോക്കിയാൽ 1, 2, 3, 4, 5, 6 സെന്റൻസ്. അതാണ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് എന്നാണ്, ദൈവഭക്തിയുടെ മർമ്മം. ആ 6 സെന്റൻസ് നോക്കിയാൽ അതെന്താ? തിയോളജിക്കലി പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പേഴ്സൺ ആൻഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെയും അവന്റെ പ്രവർത്തനത്തെയും വിശദീകരിക്കുന്ന 6 സെന്റൻസുകളാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു, ജഡത്തിൽ വെളിപ്പെട്ടു,
ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗോഡ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. കർത്താവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമായിരിക്കുന്നു. ഞാൻ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സോ ഹി മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവത്തിന്റെ രൂപം ആർക്കും കാണാൻ, സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും കാണാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ രൂപമായി ഭൂമിയിൽ വന്ന് അവതരിച്ചു. ഭൂമിയിൽ ജഡം ധരിച്ചു. അവതരിച്ചെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ജഡം ധരിച്ചു. ജഡത്തിൽ, അതാണ് ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെ? ഹി വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ദൈവ സ്വർഗത്തിലായിരുന്നപ്പം ദൂതന്മാർക്ക് ദൈവത്തെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ദൈവം പരമാധികാരിയാണെന്നറിയാം, ദൈവം ആണ് എല്ലാം സൃഷ്ടിക്കുന്നതെന്നറിയാം, പിന്നെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്നറിയാം, ദൈവം സർവജ്ഞാനിയാണെന്നറിയാം. ആ ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ മാത്രമേ സ്വർഗത്തിൽ ഇരിക്കുന്ന ദൂതന്മാർക്ക് അറിയത്തുള്ളായിരുന്നു. പക്ഷേ ദൈവം ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോഴാണ് ദൈവത്തിന് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് ദൂതന്മാർ പോലും മനസ്സിലാക്കിയത്. ഈ മനുഷ്യനെ തേടി ഈ ലോകത്തിലേക്ക് വന്നപ്പോഴാണ് ദൈവം ഇത്രമാത്രം സ്നേഹവാനാണെന്ന് മനസ്സിലാക്കിയത്, ഇത്രമാത്രം ദയാവാനാണെന്ന്, ഇത്രമാത്രം കരുണയുള്ള ദൈവമാണ്. ദൈവത്തിന് ഇങ്ങനെ താണിറങ്ങി വരുവാൻ കഴിയുമെന്നും ദൂതന്മാർ മനസ്സിലാക്കിയത് കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടപ്പോഴാണ്. അതുകൊണ്ടാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, പിന്നെ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ഹി വാസ് വിൻഡിക്കേറ്റഡ് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കർത്താവ് ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് താൻ ചെയ്തത്. മരിച്ചവരെ ഉയർപ്പിച്ചതും എല്ലാം തന്നെ. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാൽ, റോമാലേഖനം 1:4, അവൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചത് ആരാ? പിതാവായ ദൈവമാണ്. അതൊരു 1-ാം അധ്യായത്തിലില്ലേ, അവൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ ഉയർത്തെഴുന്നേൽപ്പിനാൽ. റോമർ 1:4. സോറി, 5 മലയാളത്തിലെ, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്, അത് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടെന്ന് പറയും. കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അവൻ അതേ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. റോമർ 8:11. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു ദൈവപുത്രൻ എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. വിൻഡിക്കേറ്റഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രൂവ്ഡ് എന്ന്, തെളിയിക്കപ്പെട്ടു. യേശു ദൈവപുത്രൻ എന്ന് പൂർണ്ണമായി ലോകത്തിന് കാണിച്ചു കൊടുത്തത് താൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ്. അത് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അതൊക്കെ മനസ്സിലാക്കുവാൻ നമുക്കൊരു ഇച്ചിരി. പിന്നെ വാസ് സീൻ ബൈ ദ ഏഞ്ചൽസ്, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ദൂതന്മാര് ദൈവത്തിന്റെ സർവമഹത്വവും കണ്ടത് യേശുക്രിസ്തുവിലൂടെ. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ദൂതന്മാരെ കർത്താവിന്റെ ജനനം തന്നെ ആട്ടിടയന്മാരോട് വിളിച്ചറിയിക്കുന്ന ആരാ? ദൂതന്മാരാ, അല്ലേ? പിന്നെ കർത്താവ് മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. കർത്താവ് ഗത്സമനയിൽ കടുത്ത ഹൃദയവേദനയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്നവനെ ശക്തിപ്പെടുത്തി. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ദൂതന്മാർ വന്നാണ് കല്ലുരുട്ടി. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലും ഒക്കെ തുടക്കത്തിൽ അതാ വായിക്കുന്നത്, ദൂതൻ സ്വർഗത്തിൽ നിന്ന് വന്ന് കല്ലുരുട്ടി മാറ്റിയെന്നാ പറയും. അപ്പൊ അവിടെ എല്ലാം ദൂതന്മാർക്ക് വെളിപ്പെട്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു സ്നാനമേറ്റപ്പോഴ് അവന്റെ മേൽ ഇറങ്ങി വന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. അവിടെ എല്ലാം ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു.
ഞാൻ പറഞ്ഞു വരുന്നത് യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ പ്രവർത്തനങ്ങളും തന്റെ ആളത്വവും ഈ 6 സെന്റൻസിൽ വ്യക്തമായി വിവരിച്ചിരിക്കും. അതിനെയാണ് ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണുമായിരിക്കും, എങ്കിലും വളരെ ആദിമ ക്രിസ്തീയ സഭയിലുള്ളവർ ഈ 6 സെന്റൻസും അവരുടെ പാട്ടായിരുന്നു, അവരുടെ കീർത്തനമായിട്ട് പാടിയിരുന്നതാണ്. പിന്നെ അവിടെ നമുക്ക് കാണാനായിട്ട് ഹി വാസ് പ്രീച്ച്ഡ് അമംഗ് നേഷൻസ്, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. ശരിയല്ലേ? യെരുശലേമിൽ നടന്നൊരു സംഭവം, 2000 വർഷത്തിനപ്പുറത്ത് നടന്നൊരു സംഭവം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെട്ടു. അതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് അപ്പോസ്തലനായ പൗലോസ് തന്നെ. യെരുശലേമിൽ നടന്നൊരു സംഭവം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെട്ടു, സകല ജാതികളുടെയും ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, അനേകർ വിശ്വസിച്ചു. ആദിമ ക്രിസ്തീയ സഭ അത് പാടിക്കൊണ്ട് നടന്നു. ഇതായിരുന്നു ദൈവഭക്തിയുടെ മർമ്മം. യേശു ക്രിസ്തുവിന്റെ ആളത്വവും പ്രവർത്തനങ്ങളും 6 സെന്റൻസിൽ. അതാണ് ഇത് സംബന്ധിച്ചൊരു ബോധ്യം ആർക്ക് വേണം? ഓരോ സഭാ ശുശ്രൂഷകനും വേണം. ഈ ബോധ്യം ഇല്ലാത്തവര് അല്ലേ, യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടെന്നും ആത്മാവിന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റെന്നും ദൂതന്മാർക്ക് പ്രത്യക്ഷനായെന്നും പിന്നെ തേജസ്സിൽ എടുക്കപ്പെട്ട നമുക്കറിയാമല്ലേ. കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ച് തീർന്ന ശേഷം അവൻ അവർക്കാണെങ്കിൽ സ്വർഗാരോഹണം ചെയ്തു പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാര് വന്നേച്ച് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശുവിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും. അത് പറയുന്നത് കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുമായിട്ടാണ് എങ്ങോട്ട് പോകുന്നത്? പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ആ സിംഹാസനം ഇങ്ങ് താഴോട്ട് കൊണ്ടുവന്ന് കർത്താവിനെ അതിൽ ഇരുത്തിക്കൊണ്ട് മേപ്പോട്ടങ്ങ് പോകാൻ വേണ്ടി കൊണ്ടുവന്നെന്നാണ് ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്. ദൂതന്മാർ ആ സിംഹാസനവുമായി, ദൈവത്തിന്റെ സിംഹാസനവുമായിട്ട് വന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുമായി സ്വർഗാരോഹണം ചെയ്തു. അത് തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇവിടെ പറയുന്നത് ഹി വാസ് ടേക്കൺ അപ്പ് ഇൻ ഗ്ലോറി. പ്രിയമുള്ളവരെ, അത് ആദിമ ക്രിസ്തീയ സഭയുടെ പാട്ടാണ്. സുവിശേഷങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് സഭയിലുണ്ടായിരുന്ന കീർത്തനങ്ങൾ ഇവയായി. അവരതുപോലെ വിശ്വസിച്ചു. ദാറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. അതാണ് ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയും. അത് അതുപോലെ വിശ്വസിക്കുന്നവരായിരുന്നു ആദിമ ക്രിസ്തീയ സഭ. പൗലോസ് പറയുകയാണ്, ഇത് അതുപോലെ വിശ്വസിക്കുന്നവരായിരിക്കണം ഓരോ ശുശ്രൂഷകനും, ഇത് സഭയെ പഠിപ്പിക്കുന്നവരായിരിക്കണം. ഇതാണ് ദൈവഭക്തിയുടെ മർമ്മം. യേശു ക്രിസ്തു മനുഷ്യവേഷം ധരിച്ച ഭൂമിയിൽ വന്ന് ദൈവത്തിന്റെ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് സാക്ഷ്യം പറഞ്ഞു. അവനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കയാൽ അവൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിച്ചു. പ്രിയമുള്ളവരെ, അത് സഭയെ പഠിപ്പിക്കുന്നവരും ഇതിൽ വെള്ളം ചേർക്കാത്തവരും ഈ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമായിരിക്കണം സഭാ ശുശ്രൂഷകരെന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി തീമോഥെയോസിനോട് പറയുന്നു. ഇങ്ങനെയാണ് ദൈവത്തിന്റെ സഭയെ നടത്തേണ്ടത്. ഇതിന് വിരുദ്ധമായ ഉപദേശങ്ങള് ദൈവസഭയിൽ കൊണ്ടുവരുവാൻ പാടില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം വിളിച്ചോതുന്ന, സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന, ലോകത്തിൽ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം നിർവഹിക്കുന്ന ഒരു കൂട്ടമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ആ സഭയിലെ അംഗങ്ങളായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നാം ദൈവത്തിന്റെ ഭവനക്കാരാണ്. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിയപ്പെടുന്നതാണ് ദൈവത്തിന്റെ സഭ. അതിന് വിരുദ്ധമായി മറ്റൊരു ഉപദേശവുമില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ആ വലിയ അനുഗ്രഹം ദൈവം തന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചിരിക്കുന്നു. നമുക്ക് മറ്റുള്ളവരെ ഒരുക്കാം, അതിനായിട്ട് ഒരുങ്ങാം. കർത്താവ് തേജസ്സിൽ എടുക്കപ്പെട്ടതുപോലെ നാമും തേജസ്സിൽ എടുക്കപ്പെടുന്ന, തേജസ്കരിക്കപ്പെടുന്ന ആ ശരീരം ധരിക്കുന്ന ഒരു ദിവസം ആഗതമാകുന്നു. ആ ദിവസത്തിന് വേണ്ടി നോക്കി പാർക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.